പ്രണയതാണ്ഡവം. രചനാ സംവിധാനം രുദ്രപ്രിയ. ഭാഗം 21. മംഗലത്തമ്മയ്ക്ക് ആദിയുടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. അങ്ങനെ ആരോടും പെട്ടെന്നടുക്കുന്ന പ്രകൃതക്കാരനല്ല ആദി. പക്ഷെ ബാലയോടവന് എന്തൊക്കെയോ പ്രത്യേകത ഉള്ളതുപോലെ മംഗലത്തമ്മയ്ക്ക് തോന്നി. തന്നെ ഇനി ഇവിടെ നിന്ന് ഇറക്കി വിടുവാണോ എന്ന് പോലും ബാലയ്ക്ക് തോന്നിപ്പോയി. അതുകൊണ്ടായിരിക്കും അടുക്കളയിൽ കയറേണ്ട എന്ന് പറഞ്ഞത്. ആലോചനകൾ കാട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആദി ബുള്ളറ്റിൻ്റെ താക്കോലുമെടുത്ത് പുറത്തേക്ക് പോയി. എന്താ മംഗലത്തമ്മേ, സാറിന് ദേഷ്യമായോ ഞാൻ കാരണം? അവളുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടപ്പോൾ മംഗലത്തമ്മ ബാലയെ നോക്കി. അങ്ങനെയൊന്നുമില്ല. നിന്നോട് ആരെങ്കിലും ദേഷ്യപ്പെടാൻ തോന്നുമോ മോളെ? ഇതിപ്പോൾ നിന്റെ കൈമുറിഞ്ഞതിൻ്റെ ദേഷ്യമാണ് അവന്. ശ്രദ്ധിക്കേണ്ടേ കുഞ്ഞേ? നിനക്കും കൂടി ഇനി വല്ലതും വന്നാൽ അതെല്ലാവർക്കും സങ്കടമാവില്ലേ? ഇപ്പോൾ തന്നെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും നോക്കുന്നത് നീയല്ലേ? അതും പോരാഞ്ഞിട്ട് ഇവിടെ വന്ന് ഞങ്ങളെ കൂടി സഹായിക്കുന്നു. അപ്പോൾ പിന്നെ നിനക്കിവിടെ വെച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് ഞങ്ങൾക്ക് എത്രമാത്രം വിഷമമായിരിക്കും. അതുകൊണ്ടാണ് ആദി വഴക്ക് പറഞ്ഞത്. അല്ലാതെ നിന്നോട് ഇഷ്ടക്കേടൊന്നുമില്ല കേട്ടോ. രാവിലെ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്കെന്തോ സങ്കടമുള്ളതുപോലെ. വീട്ടിൽ അമ്മയ്ക്ക് വയ്യായ്മ എന്തെങ്കിലും ഉണ്ടോ? അതോ പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താണെങ്കിലും നീ മംഗലത്തമ്മയോട് പറയൂ. മനസ്സിൽ എന്തോ ആലോചനകളിട്ട് കുഴയ്ക്കുന്നത് കൊണ്ടാണ് നിനക്കൊന്നിനും ശ്രദ്ധിക്കാൻ കഴിയാത്തത്. അതിൻ്റെ ഫലമാണ് ഇപ്പോഴീ കയ്യിലെ മുറിവ് പോലും. എന്താ മോളെ, എന്തെങ്കിലും വിഷമമുണ്ടോ നിനക്ക്? നീ അമ്മയോട് പറയൂ. അവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് മംഗലത്തമ്മ ചോദിക്കുമ്പോൾ ബാല ആ നിമിഷം അവരുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. തലേ ദിവസം വീട്ടിലുണ്ടായ സകല കാര്യങ്ങളും ലക്ഷ്മിയുടെ സ്വഭാവത്തിലെ വ്യത്യാസങ്ങളുമൊക്കെ കരച്ചിലോട് കൂടിയാണ് അവൾ മംഗലത്തമ്മയോട് പറഞ്ഞത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മംഗലത്തമ്മയും ദീർഘമായി നിശ്വസിച്ചു. അവളുടെ പ്രായം അതാണ് മോളെ. വെളുത്തതെല്ലാം പാലാണെന്ന് ഇപ്പോൾ തോന്നും. അങ്ങനെ എടുത്തു ചാടി എന്തെങ്കിലും അപകടത്തിൽ വീഴുന്നതിന് മുൻപ് നമുക്കവളെ നിയന്ത്രിക്കാൻ കഴിയണം. നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അതുപോലെ അവൾ പറയുന്നതൊന്നും നീ കാര്യമാക്കുകയും വേണ്ട. അച്ഛൻ വേറെയാണെങ്കിലും ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരല്ലേ. അപ്പോൾ അവൾക്കുണ്ടാകുന്ന സങ്കടം നിന്നെയും ബാധിക്കും. അതുകൊണ്ട് അവളോട് ഈ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ അവളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസമുണ്ടാവും. അതുവരെ മോൾ ഈ രീതിയിൽ തന്നെ നിന്നാൽ മതി. ബുള്ളറ്റിൻ്റെ ശബ്ദം അടുത്തേക്ക് വന്നപ്പോൾ ബാലവേഗം കണ്ണും മുഖവും അമർത്തി തുടച്ചു. കയ്യിലൊരു ക്യാരി ബാഗുമായി ആദി അകത്തേക്ക് കയറി. ബാലയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് ആദിക്ക് മനസ്സിലായി. എന്തായാലും അത് ചോദിക്കാൻ നിന്നില്ല. കയ്യിലുണ്ടായിരുന്ന ക്യാരി ബാഗ് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തു കൊണ്ടുവച്ച് കഴിക്കുന്നതിനുള്ള പാത്രവും എടുത്തു വന്നു. അമ്മയ്ക്കും ആദിക്കും ബാലയ്ക്കുമുള്ള ഭക്ഷണം അവൻ തന്നെയാണ് വിളമ്പി വെച്ചത്. ഈ വയ്യാത്ത കൈയും വെച്ചുകൊണ്ട് താൻ വീണ്ടും ജോലി ചെയ്യാൻ ഒരുങ്ങുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ വഴക്ക് പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഇനി മുഖം വീർപ്പിക്കേണ്ട. എഴുന്നേറ്റ് വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ആദ്യം അത്രയും കാര്യമായി വിളിച്ചപ്പോൾ അവൾക്ക് വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല. മംഗലത്തമ്മയും ബാലയും കൈ കഴുകി കഴിക്കാനിരുന്നു. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് ആദിക്ക് ഇഷ്ടമല്ലെങ്കിലും ഇപ്പോൾ ഈ വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണം നല്ല സ്വാദുണ്ട്. 3 പേരും ഭക്ഷണം ആസ്വദിച്ചു തന്നെ കഴിച്ചു. രാവിലെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നത് കഴുകിക്കോട്ടെ എന്ന് മംഗലത്തമ്മയോട് ചോദിക്കുമ്പോൾ അത് കേട്ട് വന്ന ആദി അവളെ കൂർപ്പിച്ചു നോക്കി. നേരെ അടുക്കളയിലേക്ക് പോയി സിങ്കിൽ കിടന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. മംഗലത്തമ്മയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ അതിശയമാണ് തോന്നുന്നത്. ആദിയോട് എന്തൊക്കെയോ ചോദിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ബാലയുടെ സാന്നിധ്യത്തിൽ അതൊന്നും വേണ്ടെന്ന് വെച്ചു. ഇന്നിനി തന്നെ കൊണ്ട് എന്തായാലും ജോലിയൊന്നും ചെയ്യിക്കില്ലെന്ന് ബാലയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ മംഗലത്തമ്മയോട് വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് അനുവാദം ചോദിച്ചു. അവർ സമ്മതം പറഞ്ഞപ്പോൾ ബാല അരിഞ്ഞുകൊണ്ടിരുന്ന പച്ചക്കറി കഴുകി ഫ്രിഡ്ജിനുള്ളിലേക്ക് വെച്ചു. ചിരകി വെച്ചിരുന്ന തേങ്ങയും മറ്റും ഭദ്രമായി അടച്ച് ഫ്രിഡ്ജിനുള്ളിൽ വെച്ചിട്ടാണ് അവൾ വീട്ടിലേക്ക് പോയത്. വീട്ടിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സ് മുഴുവനും ഇന്ന് ലക്ഷ്മി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്നതായിരുന്നു. എത്തിക്കുത്തി നടക്കുന്നതിനിടയിലാണ് ജയമാമിയെ കാണുന്നത്. വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ച കൂട്ടത്തിലാണ്
മോൾ ഇപ്പോൾ എവിടെ പോകുന്നു എന്നുകൂടി ജയമാമി ചോദിച്ചത്. പൊന്നുമംഗലത്തെ അവസ്ഥയും ശങ്കരമാവനുണ്ടായ വയ്യായികയും ഒക്കെ പറഞ്ഞു. കമലം ഒരാഴ്ചയായി കാണില്ലെന്ന വിവരം കൂടി പറഞ്ഞപ്പോൾ മോൾ ചെയ്യുന്നത് എന്തായാലും വലിയൊരു ഉപകാരം തന്നെ. നമ്മളെ സഹായിച്ചവരെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ആ, പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നട്ട പാതിരാത്രിയിലും വെളുപ്പാങ്കാലത്തുമൊന്നും മൂത്രമൊഴിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങരുത്. ഈ ഇടയായി ഈ പരിസരത്ത് ബൈക്കുമായി ചിലവന്മാർ കക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഞാൻ മറപ്പുരയിൽ പോകാൻ ഇറങ്ങുമ്പോഴാണ് ഒരുത്തൻ ശബ്ദമുണ്ടാക്കാതെ ബൈക്ക് മുരട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടത്. അടുത്ത തവണ പഞ്ചായത്തിൽ നിന്ന് ഗഡു കിട്ടുമ്പോൾ വീട്ടിനുള്ളിൽ ഒരു ബാത്റൂം പണിയണം. അല്ലാതെ പാതിരാത്രിയിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പുറത്തേക്കിറങ്ങിയാൽ വല്ലവൻ്റെയും അടികൊണ്ട് ചാകേണ്ടി വരും. ഞാനും അങ്ങോട്ട് തന്നെയാണ് വരുന്നതെന്നും പറഞ്ഞ് ജയയും കൂടി ബാലയോടൊപ്പം അവളുടെ വീട്ടിലേക്ക് പോയി. ബാല നേരത്തെ ചെല്ലുന്നത് കണ്ടപ്പോൾ സുമ അവിടെ തന്നെ നോക്കി. നീ എന്താ മോളെ ഇന്ന് ഒരുപാട് നേരത്തെ ആയിരുന്നല്ലോ. ഇന്ന് ഉച്ചവരെ. ബാല നേരത്തെ ചെല്ലുന്നത് കണ്ടപ്പോൾ സുമ അവളെ തന്നെ നോക്കി. നീ എന്താ മോളെ ഇന്ന് ഒരുപാട് നേരത്തെയാണല്ലോ. ഇന്ന് അവിടെ ഉച്ചത്തേക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. അതെന്താടി, അവിടെ ആരും ഇല്ലേ? ആൾക്കാരൊക്കെ ഉണ്ട്. പച്ചക്കറി നുറുക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞു. മുറിവ് ഇത്തിരി ആഴത്തിലുള്ളതായതുകൊണ്ട് സാറും മംഗലത്തമ്മയും എന്നോടൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പുറത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത്. എവിടെ അമ്മേ ലക്ഷ്മി? അവളെ കാണുന്നില്ലല്ലോ. രാവിലെ ഉറക്കമെഴുന്നേറ്റ പാടെ ഒരുങ്ങിച്ചമഞ്ഞ് എവിടെയോ പോകാനുള്ള പുറപ്പാടിലായിരുന്നു. ഞാൻ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് അന്നേരം അകത്ത് കയറി കതക് കുറ്റിയിട്ടവളാണ്. ഇനി വേണം പുറത്തിറങ്ങി വരാൻ. എവിടെ പോകാനാണെന്ന് അമ്മ തിരക്കിയില്ലേ? ചോദിക്കേണ്ട താമസം. എല്ലാം പറയും. എല്ലാവർക്കും ജീവിതത്തിൽ അവരവരുടേതായ രഹസ്യങ്ങളുണ്ട് പോലും. ഞാൻ എൻ്റെ ആദ്യ വിവാഹത്തിലെ മോളാണ് ശ്രീബാല എന്ന് അവളോട് നേരത്തെ പറഞ്ഞില്ലെന്ന്. ഇതെല്ലാം കേട്ട് ജയ താടിക്ക് കൈയും കൊടുത്ത് വായും പൊളിച്ചു നിരുന്നു. എന്നാലും എൻ്റെ സുമയെ, നിന്റെ വീട്ടിൽ തന്നെയാണല്ലോ നീ ഒരു അസുരവിത്തിനെ വളർത്തുന്നത്. പലതരത്തിലുള്ള പെമ്പിള്ളാരെ കണ്ടിട്ടുണ്ട്. എന്നാലും ഇതുപോലൊരു സാധനം, പറയാതിരിക്കാൻ വയ്യ. വല്ലാത്ത തൊലിക്കട്ടി തന്നെ. പുറത്ത് നടക്കുന്ന സംഭാഷണമെല്ലാം അകത്തിരുന്ന് കൃത്യമായി ലക്ഷ്മി കേൾക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലനമെന്നോണം വാതിൽ തുറന്നവൾ പുറത്തേക്ക് വന്നു. നിങ്ങൾക്ക് വേറൊരു ജോലിയും ഇല്ലേ തള്ളേ? കണ്ട വീട്ടിൽ വന്നിരുന്നു കൊതിയും നുണയും പറയാൻ. ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ചെന്നിരുന്ന് പറയുമ്പോൾ അവർ വല്ലതും തരും. അത് വാങ്ങി കുടിച്ചും കൊണ്ട് കണ്ടിടം നിറങ്ങി നടക്കുന്നു. ഇങ്ങനെയുള്ള ഓരോന്നിനെ വീട്ടിൽ കയറ്റി ഇരുത്തി സൽക്കരിക്കാൻ ഇവിടെ രണ്ടെണ്ണം. എടുത്തടിച്ചതുപോലെയുള്ള അവളുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ ജയ ആ തിണ്ണയിൽ നിന്നും അറിയാതെ എഴുന്നേറ്റു. കൺപോളയെ നനച്ചുകൊണ്ട് കണ്ണുനീർ ഒഴുകി നിലത്തേക്ക് വീഴും മുമ്പ് പീലികൾക്കിടയിൽ അവയെ ഞെരിച്ചുടച്ചുകൊണ്ട് അവർ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. വന്ന് വായി തോന്നുന്നത് എന്ത് വിളിച്ചു പറയാൻ എന്നായോ ലക്ഷ്മി നിനക്ക്? ബാലലക്ഷ്മിയുടെ നേർക്ക് പാഞ്ഞടുത്തു. എൻ്റെ വീട്ടിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും. അത് ചോദിക്കാൻ നീ ആരാ? എന്നെ ഭരിക്കാൻ വരണ്ട. ഞാൻ നിന്നെ എൻ്റെ ചേച്ചിയായി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി എൻ്റെ ശരീരത്തിൽ കൈവയ്ക്കാമെന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ലക്ഷ്മിയുടെ മറ്റൊരു മുഖമായിരിക്കും നിങ്ങൾ കാണുന്നത്. അവളുടെ ആ പറച്ചിലിൽ ബാല അനങ്ങാനാവാതെ നിന്നുപോയി. സുമയും ഞെട്ടിപ്പോയി അവളുടെ ആ സംസാരത്തിൽ. ആദ്യം തോന്നിയ ഞെട്ടൽ അടുത്ത നിമിഷം തന്നെ സുമയിൽ നിന്നും അപ്രത്യക്ഷമായി. നിന്റെ വീടോ? ആര് പറഞ്ഞത് നിന്റെ വീടെന്ന്? അമ്മയുടെ എടുത്തടിച്ചതുപോലെയുള്ള ആ ചോദ്യം കേട്ടപ്പോൾ ലക്ഷ്മിയും ഒന്ന് പതറിപ്പോയി. എങ്കിലും ആരുടെ മുന്നിലും തോൽക്കാൻ മനസ്സില്ലാത്തതുപോലെ അവൾ ചീറിക്കൊണ്ട് നിന്നു. ഈ വീട് എൻ്റെ അച്ഛൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഇതിലുള്ള അവകാശം എനിക്കും ഉണ്ണിക്കുട്ടനും അമ്മയ്ക്കുമാണ്, അല്ലാതെ ഇവർക്കല്ല. ലക്ഷ്മി തൻ്റെ ഭാഗം പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലയ്ക്ക് നെഞ്ചിൽ കൂർത്ത കത്തികൊണ്ട് വരയുന്നത് പോലെ തോന്നി. ലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. ഇത് അയാൾ കാശ് കൊടുത്ത് വാങ്ങിയ വീടാണ്. അപ്പോൾ ഇവിടെ അധികാരം അവർക്കാണ്, തനിക്കല്ല. എത്ര കരയേണ്ടെന്ന് കരുതിയിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആര് പറഞ്ഞു ഇത് നിന്റെ അച്ഛൻ കാശ് മുടക്കി വാങ്ങിയതാണെന്ന്? സുമലക്ഷ്മിയുടെ അടുത്ത് പോരിന് തയ്യാറായി ഇറങ്ങി. ഇത് ബാലയുടെ അച്ഛൻ്റെ പൈസയിൽ ഞാൻ വാങ്ങിയ വീടാണ്. ഇതിൻ്റെ എഴുത്തും കുത്തും എല്ലാം എൻ്റെയും ബാലയുടെയും പേരിലാണ്. നീയും നിന്റെ അച്ഛനുമൊന്നും ഇതിൽ യാതൊരു അവകാശവുമില്ല. ഇന്നീ നിമിഷം അവൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങേണ്ടവരാണ്. അവളുടെ അച്ഛൻ്റെ അധികാരവും പറഞ്ഞു വന്നേക്കുന്നു. കാൽച്ചുവട്ടിലെ മണ്ണ് പോലും തനിക്ക് സ്വന്തമല്ലെന്നറിഞ്ഞ നിമിഷം ലക്ഷ്മിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഓരോ നിമിഷവും ബാലയെ എങ്ങനെയൊക്കെ വേദനപ്പെടുത്താമെന്ന് മാത്രമായിരുന്നു ലക്ഷ്മിയുടെ ചിന്ത.
അവർ ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും തനിക്ക് അനിലുമായി ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാകില്ല. ബാലയെ മാനസികമായി തളർത്തുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ വീട്ടിൽ അവർക്ക് ഒരു സ്ഥാനവുമില്ലെന്ന് പറഞ്ഞത്. പക്ഷേ ഈ വീട് പോലും അവളുടെ പേരിലാണെന്ന് അറിഞ്ഞപ്പോൾ തകർന്നത് താനാണ്. പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ ലക്ഷ്മി അകത്തേക്ക് പോയി. എനിക്ക് മനസ്സിലാകുന്നില്ല മോളെ, അവളുടെ ഉദ്ദേശം എന്താണെന്ന്. ഈ രീതിയിൽ ലക്ഷ്മിയുടെ സ്വഭാവം മാറണമെങ്കിൽ അതിനു പിന്നിൽ തക്കതായ എന്തോ കാര്യമുണ്ട്. സുമ അരത്തിണ്ണയിൽ തലയ്ക്ക് കൈയും താങ്ങിയിരുന്നു. രാത്രിയിൽ അത്താഴം കഴിക്കാൻ എല്ലാവരും മാറി മാറി വിളിച്ചിട്ടും ലക്ഷ്മി വരുന്നില്ല. വേണ്ടാത്തവരെ എന്തിനാ ബാലെ നീ ഇങ്ങനെ താങ്ങുന്നത്? വിശപ്പുണ്ടെങ്കിൽ വന്ന് കഴിച്ചോളും. അതും കൂടി കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ദേഷ്യം കൂടിയതേ ഉള്ളൂ. പുറത്തുനിന്ന് തന്നെ രാത്രിയിലത്തേക്കുള്ള ഭക്ഷണവും ആദ്യം വാങ്ങി. കഴിക്കാനിരിക്കുമ്പോഴാണ് ബാലയ്ക്ക് കൈവേദന കുറവുണ്ടോന്നൊക്കെ അമ്മ ചോദിച്ചു തുടങ്ങിയത്. അത് കേട്ടപ്പോഴാണ് ഇവിടെ നിന്ന് പോയതിൽ പിന്നെ അവളെ വിളിച്ചില്ലല്ലോ എന്ന് ആദ്യം ഓർത്തത്. കഴിച്ചു കഴിഞ്ഞ് നേരെ ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ട് ഉണ്ണിക്കുട്ടനാണ് ഫോൺ ബാലയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത്. നമ്പർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് ആദിയാണെന്ന്. ഹലോ സാർ, എങ്ങനെയുണ്ടോ തൻ്റെ കൈക്ക്? വേദനയുണ്ടോ? അല്പം കുറവുണ്ട്. അത് ചോദിക്കാനായി വിളിച്ചതാണ്. മറുപുറത്ത് നിന്നും മറുപടിയൊന്നും ഇല്ലാതായപ്പോൾ ആദ്യ ഫോൺ കട്ട് ചെയ്തു. മൊബൈൽ ഫോൺ മാറ്റിവെച്ച് ബാല ബാക്കിയുള്ള ജോലികളും കൂടി ചെയ്തു. ലക്ഷ്മിയുടെ റൂമിലേക്ക് കിടക്കാനായി സുമ ചെന്നപ്പോൾ അവൾ കതക് അകത്തു നിന്നും ലോക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം സമയം തട്ടി വിളിച്ചപ്പോഴാണ് ഈർഷ്യയോടെ വന്ന് കതക് തുറന്നത്. നീ എന്തിനാടി എല്ലാം അടച്ചുപൂട്ടിയിരിക്കുന്നത്? ഞാൻ ഇവിടെ കിടക്കാൻ വരുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അമ്മയ്ക്ക് എന്തിൻ്റെ കേടായി? ഈ വയസ്സാം കാലത്ത് അപ്പുറത്തെങ്ങാനും പോയി കിടന്നുകൂടെ? എനിക്കിപ്പോൾ ഒരു കൂട്ടിൻ്റെ ആവശ്യമില്ല. നിന്റെ ഈ പ്രായത്തിൽ നിനക്കങ്ങനെ പലതും തോന്നും. പക്ഷേ എനിക്കങ്ങനെ പറ്റില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി കാണിക്ക്. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ കട്ടിലിൻ്റെ ഒരറ്റത്തേക്ക് പോയി കിടന്നു. രാവിലെ പതിവ് പോലെ അലാറം അടിച്ചപ്പോൾ ബാല എഴുന്നേറ്റ് അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്തു. മുറിവുള്ള കൈ എവിടെയെങ്കിലും തട്ടുമ്പോൾ വേദനിക്കുമെന്നല്ലാതെ സഹിക്കാൻ കഴിയാത്ത വേദനയൊന്നുമില്ല. ജോലികളൊക്കെ ചെയ്തു തീർക്കുമ്പോൾ ആലോചന പൊന്നുമംഗലത്തേക്ക് പോകുന്നതിനെക്കുറിച്ചാണ്. ഇനി കൈവയ്യാത്തത് കൊണ്ട് ചെല്ലുമ്പോൾ സാർ വഴക്കു പറയുമോ? അതായിരുന്നു അവളുടെ ചിന്ത. അത് ആലോചിച്ചപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾക്ക് വല്ലാത്ത താമസം വന്നു. എങ്കിലും 6 മണിയായപ്പോഴേക്കും എല്ലാം ചെയ്തു തീർത്ത് കഴിഞ്ഞ് അരത്തിണ്ണയിലിരിക്കുമ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നു. നീ ഇതെന്താ മോളെ ആലോചിച്ചിരിക്കുന്നത്? ഇന്ന് നീ പോകുന്നില്ലേ? ഇന്നലെ കൈ മുറിഞ്ഞപ്പോൾ ആദി സാർ ഒരുപാട് വഴക്ക് പറഞ്ഞമ്മേ. ഇന്നിനി അങ്ങോട്ട് ചെന്നാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതാണ് ആലോചനയോടുകൂടി. ബാല പുറത്തേക്ക് നോക്കി. സുമ പിന്നെ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി. പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്തത്. നമ്പർ കണ്ട് സന്തോഷത്തിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. എന്താടോ, ഇന്ന് താൻ വരുന്നില്ലേ? ഇന്നലെ ഞാൻ വഴക്ക് പറഞ്ഞതുകൊണ്ടാണോ? ഞാൻ റെഡിയായി ഇരിക്കുകയാണ്. അവിടേക്ക് വന്നാൽ സാറിന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് വിചാരിച്ചു. കുറച്ചുകൂടി ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ചെയ്യാം സാർ. എന്നാൽ ഇനി വൈകിക്കണ്ട, ഇങ്ങ് പോന്നേരെ. പറയുമ്പോൾ ആദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതേ പുഞ്ചിരി തന്നെ ബാലയുടെ മുഖത്തും. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. അടുക്കള ഭാഗത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ വേഗം ഇടവഴിയിലേക്ക് ഇറങ്ങി. പൊന്നുമംഗലത്തേക്ക് തിരിയുന്നതിന് മുമ്പ് ജയമാമിയുടെ വീട്ടിൽ കയറി അവരെ കണ്ട് ആശ്വസിപ്പിച്ചിട്ട് കൂടിയാണ് ബാല ജോലിക്ക് പോയത്. കഴിഞ്ഞ ദിവസം ലക്ഷ്മി അങ്ങനെയൊക്കെ പറഞ്ഞത് മാമിക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാക്കിയെന്ന് ബാലയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജോലിക്കിറങ്ങുമ്പോൾ അവരെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് അവൾ തീരുമാനിച്ചത് തന്നെ. ഗേറ്റ് കടന്ന് തുള്ളിച്ചാടി വരുന്നവളെ മുകളിൽ നിന്ന് തന്നെ ആദി കണ്ടു. അവൾ സിറ്റൗട്ടിലേക്ക് കയറി വരുമ്പോൾ ആദിയും താഴേക്ക് ഇറങ്ങി വന്നു. അതെന്തിനാണെന്ന് മാത്രം അവൻ അപ്പോഴും മനസ്സിലായില്ല. താഴേക്കിറങ്ങി വന്ന പാടെ മുന്നിൽ നിൽക്കുന്നവരുടെ കൈ പിടിച്ച് തിരിച്ചും മറിച്ചു നോക്കി. മുറിവ് അല്പം ഭേദമായിട്ടുണ്ട്, എങ്കിലും ശ്രദ്ധ വേണം കേട്ടോ. എന്ത് ജോലി ചെയ്യുമ്പോഴും കൊച്ചു കുട്ടികളോടെന്ന പോലെ അവളോട് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദിത്യൻ. തനിക്ക് പറ്റുമെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരാം. അതൊന്നും വേണ്ട സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം. എങ്കിലൊരു കാര്യം ചെയ്യൂ ശ്രീ, എനിക്കൊരു ഗ്ലാസ് ചായ. ബാല വിടർന്ന കണ്ണുകളോട് കൂടിയാണ് ആദിയെ നോക്കിയത്. എന്താടോ താനിങ്ങനെ നോക്കുന്നത്? ആദ്യമായി കാണുന്ന പോലെ. എന്നെ ബാല എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ആദ്യമായി എന്നെ ശ്രീ എന്ന് വിളിച്ചത് സാറാണ്. ശരിക്കും ആദ്യം അപ്പോഴാണ് അറിഞ്ഞത് അവൻ്റെ വായിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് വീണത്. അവളുടെ മുന്നിൽ നിന്നും ചമ്മൽ മറയ്ക്കാൻ കഴിയാതെ അവൻ വേഗം അകത്തേക്ക് കയറിപ്പോയി.
ബാല ചായയുണ്ടാക്കി കഴിയുമ്പോഴാണ് മംഗലത്തമ്മ എഴുന്നേറ്റ് വന്നത്. ഒക്കത്ത് തന്നെ മോനൂട്ടനും ഉണ്ടായിരുന്നു. ബാലയെ കണ്ടപ്പോൾ തന്നെ മോനൂട്ടൻ അവളുടെ നേർക്ക് ചാടി. പിന്നെ കുഞ്ഞിനെയും കൈ വെച്ചുകൊണ്ടാണ് ചായ 2 ഗ്ലാസുകളിലായി പകർന്നത്. ആദിക്കുള്ള ചായ മംഗലത്തമ്മയാണ് എടുത്തുകൊണ്ട് ഇറങ്ങിയത്. കുഞ്ഞിനുള്ള പാലും തിളപ്പിച്ച് നേർപ്പിച്ച് ബാലയും ഹോളിലേക്ക് വന്നു. ആദി അപ്പോഴും ഫ്രഷായി കഴിഞ്ഞു. കുഞ്ഞിനുള്ള പാൽ മംഗലത്തമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് മോനൂട്ടനെ അമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ബാല വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലികൾ തുടങ്ങി. ദോശയും തക്കാളി ചട്നിയും ഉണ്ടാക്കി ആദിക്ക് കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് ആദി അന്ന് നേരത്തെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. അടുക്കളയിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ലിസ്റ്റ് അയച്ചിട്ടിരുന്നാൽ മതി ബാല, ഞാൻ വരുമ്പോഴേക്കും വാങ്ങിയിട്ട് വരാം. അകത്തുനിന്ന് പറഞ്ഞുകൊണ്ട് ആദി വേഗം കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റു. ഉച്ചവരെ അന്നത്തെ ദിവസം ആദിക്ക് നല്ല തിരക്കായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങും കൂടിയുണ്ട്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് സാറിനൊരു വിസിറ്റർ ഉണ്ടെന്ന് മീര വന്ന് പറയുന്നത്. അകത്തേക്ക് കയറി വരുന്ന ഹരീഷിനെ കണ്ടപ്പോൾ നീ ആയിരുന്നോ ആ വിസിറ്റർ എന്ന് ഹരി ചോദിച്ചു. എന്താണോ നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? പതിവില്ലാതെ ഈ വഴിക്ക്? ഒരു കേസിൻ്റെ അത്യാവശ്യവുമായി 1-2 ഇടങ്ങളിൽ പോകണമായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോൾ പിന്നെ നിന്നെയും കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഞാൻ കഴിക്കാൻ പോകാൻ ഇറങ്ങിയായിരുന്നു. നീ കഴിച്ചിട്ടില്ലെങ്കിൽ വാ, നമുക്ക് വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം. ആദ്യം ഹരി ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് അത് നന്നായി എന്ന ചിന്തയിൽ അവൻ വേഗം ആദിയോടൊപ്പം പുറത്തേക്കിറങ്ങി. ഹരി കാറിലായിരുന്നു. അതുകൊണ്ട് തന്നെ 2 പേരും അവരവരുടെ വാഹനത്തിലാണ് പൊന്നുമംഗലത്തേക്ക് എത്തിയത്. കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് മംഗലത്തമ്മ പുറത്തേക്കിറങ്ങുമ്പോൾ ആദിയും ഹരീഷും, ആഹാ ഇതാരാ? കുറച്ച് ദിവസം ആയല്ലോ മോനെ നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ട്. ഇടയ്ക്കൊരു ദിവസം മോള് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അകത്ത് ചായ എടുക്കാൻ പോയി വരുമ്പോഴേക്കും അവള് പോയി. അമ്മ അത് പറയുമ്പോൾ ആദിയുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിരിക്കുന്നത് ഹരി കണ്ടു. അവനത് കാര്യമാക്കിയില്ല. ബാലയോട് കഴിക്കാൻ എടുത്തു വയ്ക്കാൻ പറയണേ അമ്മേ. ആദ്യം അത് പറയുമ്പോഴാണ് ബാല അവിടെ ഉണ്ടെന്ന് ഹരി അറിയുന്നത്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം നീ ആ കുട്ടിയെ പറഞ്ഞു വിട്ടതല്ലേ? ഇത് പിന്നെ എങ്ങനെ വീണ്ടും? ഞാൻ ആരോടും പോകാനൊന്നും പറഞ്ഞില്ല. ഞാനും അമ്മയും സംസാരിക്കുന്നത് കേട്ട് അവൾ സ്വന്തമായിട്ട് വരാതിരുന്നതാണ്. ഇപ്പോൾ ജോലിക്ക് നിന്നിരുന്ന കമലം കുറച്ച് ദിവസം ഇല്ലെന്നറിഞ്ഞതുകൊണ്ട് അവൾ വന്നതാണ്. നീ അവിടെ ഇവിടുത്തെ ജോലിക്കാരിയായി എന്തായാലും കാണണ്ട. 2 പേർക്കും ഉള്ള ഭക്ഷണം ബാലയാണ് വിളമ്പിയത്. ഈ സമയം അത്രയും ഹരിയുടെ കണ്ണുകൾ അവളെ വിലയിരുത്തുകയായിരുന്നു. 20 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടി, പക്ഷെ പക്വതയുള്ള മുഖഭാവം. അവൾ ചെയ്യുന്ന ജോലികളിലൊക്കെയും ഒരു പ്രത്യേക താളം. മൊബൈലിൽ നോക്കിയിരുന്ന ആദി പെട്ടെന്ന് നോക്കുമ്പോഴാണ് ബാലയെ തന്നെ നോക്കിയിരിക്കുന്ന ഹരിയെ കാണുന്നത്. എന്തുകൊണ്ടോ ആ കാഴ്ച ആദിയിൽ വല്ലാത്ത അസ്വസ്ഥത നിറച്ചു. പക്ഷെ അവനത് പുറമേ കാണിച്ചില്ല. ആഹാരം വിളമ്പി വെച്ചതിനു ശേഷം ബാല അടുക്കളയിൽ തന്നെ പോയി. പിന്നീട് അവൾ പുറത്തേക്ക് വന്നില്ല. കഴിക്കാനുള്ളതെല്ലാം ടേബിളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ബാക്കി മംഗലത്തമ്മ തന്നെ വിളമ്പിക്കൊടുത്തു. ഭക്ഷണം കഴിഞ്ഞ് ഹരി ആദിയോടൊപ്പം മുകളിലേക്ക് പോയി. നിനക്ക് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഹരി? എന്തായാലും വളച്ചുകെട്ടില്ലാതെ പറയൂ. ഒരു തുടക്കം കിട്ടാതിരുന്ന ഹരിയോട് ആദിയുടെ പറച്ചിൽ കേട്ടപ്പോൾ അവൻ ഉത്സാഹമായി. മറ്റൊന്നുമല്ലടാ, കുറച്ചു നാളായി അമ്മാവനും അമ്മയും ഒക്കെ എൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നിനക്കറിയാമല്ലോ, എൻ്റെയും ഹരണിയുടെയും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അച്ഛനും അമ്മയും ഒന്നുമില്ല. ആകെയുള്ളത് അമ്മാവനും അമ്മയുമാണ്. ഇപ്പോൾ തന്നെ എനിക്ക് വയസ്സ് 30 കഴിഞ്ഞു. ഇനി നീട്ടിക്കൊണ്ടു പോകേണ്ടെന്നാണ് അവർ പറയുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞാൽ അടുത്തത് പിന്നെ ഹരണിയുടേതാണ്. ഞങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. ആലോചിച്ചപ്പോൾ എനിക്കും അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നി. കോളേജിൽ പഠിച്ചിരുന്നപ്പോഴും ഇക്കണ്ട കാലത്തൊന്നും അങ്ങനെ പ്രണയം ആരോടും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ വിവാഹം, അത് ആലോചിക്കുമ്പോൾ മനസ്സിൽ വന്നത് ഒരു മുഖമാണ്. അതിനെക്കുറിച്ച് നിന്നോടൊന്ന് സംസാരിക്കുന്നതിനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ വന്നത്. പക്ഷേ നീ എന്നെ കൂട്ടി ഇവിടേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ തീരുമാനം കുറച്ചുകൂടി ഉറച്ചതായി. നീ എന്താ ഹരി പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിരിമുറുക്കത്തോടു കൂടി തന്നെയാണ് ആ ചോദ്യം ഹരിയോട് ചോദിച്ചത്. ഹരിയുടെ നാവിൽ വരുന്ന ആൻസർ താൻ വിചാരിക്കുന്നതാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. താൻ പോലും അറിയാത്ത വേദന ഇടനെഞ്ചിൽ സ്ഥാനം പിടിച്ചത് ആദ്യം അറിഞ്ഞു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓണമായതുകൊണ്ട് 1-2 ദിവസത്തെ തിരക്കിലായിരിക്കും. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. സ്നേഹപൂർവ്വം രുദ്രപ്രിയ.